സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ അമൃതയും കൂടി ഇവിടെ ഇപ്പോൾ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇങ്ങോട്ട് പോയിരിക്കുവാണെന്ന് അയാൾ ഫോണിലൂടെ സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുവാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ അവസരം മുതലാക്കി രക്ഷപ്പെടണം എന്ന് അവർ തീരുമാനിക്കുവാണ് കേട്ടോ. അതിനായിട്ട് അവിടെ ഇരുന്നൊരു മരക്കഷ്ണം എടുത്തിട്ട് അവർ രണ്ടാളും കൂടി തങ്ങളിരിക്കുന്ന സ്ഥലത്ത് തന്നെ മറച്ചു വെക്കുവാണ്. ഈ സമയം ആ ഗുണ്ട അകത്തേക്ക് കയറി വരുക. നീയൊന്നും ഇതുവരെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലല്ലേ? വാശിയാണെങ്കിൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പട്ടിണി എടുത്ത് നീയൊക്കെ ഇവിടെ കിടന്ന് നരകിച്ച് മരിക്കും. അങ്ങനെ പറഞ്ഞ് അയാൾ ആ ഭക്ഷണമൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. ഈ സമയത്ത് അമൃതയും ശ്യാമയും പമ്മി അവിടെ നിന്ന് എണീറ്റ് ആ ഗുണ്ടയുടെ തലവണ്ട കിട്ട് തന്നെ ഒറ്റടി കൊടുക്കുവാണ്. അങ്ങനെ അയാൾ തലയിൽ കൈവച്ച് അവിടെ ബോധം മറിഞ്ഞ് വീഴുവാണ് കേട്ടോ. ഈ സമയത്ത് അമൃതയും ശ്യാമയും അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. ശ്യാമയാണെങ്കിൽ വല്ലാതെ ധൃതി പിടിക്കുക. അന്നേരം അമൃത പറയുന്നുണ്ട്, ശ്യാമേ പതുക്കെ സൂക്ഷിച്ചു പോവാം. എടുത്തി ഇവിടെ ആരും ഇല്ലെന്നല്ല അയാൾ പറഞ്ഞത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം. അതൊക്കെ ശരിയാ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കോമ്പൗണ്ടിന് പുറത്ത് കിടക്കണം. പക്ഷേ ഇവിടെ ആരും ഇല്ലെന്ന് അയാൾ പറഞ്ഞതല്ലേ? അവന്മാരൊക്കെ പറഞ്ഞത് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടി പതിയെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ അവരുടെ ജീപ്പ് അവിടെ എത്തുന്ന ഒച്ച കേൾക്കുന്നത്. അയ്യോ ശ്യാമേ, അവർ തിരിച്ചു വന്നു, വാ നമുക്ക് വേഗം അങ്ങോട്ടേക്ക് മാറി നിൽക്കാം എന്നും പറഞ്ഞ് അവർ ചെടികൾക്കിടയിൽ മറഞ്ഞു നിൽക്കുവാണ്. ഈ സമയം ബെഞ്ചമിനും കൂട്ടരും അവിടെ എത്തുന്നുണ്ട്. ബെഞ്ചമിൻ അങ്ങനെ ജീപ്പിന് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുമായിരിക്കും. ഈ സമയം കൂട്ടാളികൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ഒരിക്കും തങ്ങളിലൊരാൾ അവിടെ അടിവീണ് കിടക്കുന്നത് അവർ കാണുന്നത്. അവരങ്ങനെ അയാളെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുവാണ്. ബെഞ്ചമിൻ സാറേ, ഇവനോളന്മാരെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. എത്ര നേരം ഇത് സംഭവിച്ചിട്ട്? 2 മിനിറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവളുമാരി കോമ്പൗണ്ട് വിട്ട് പുറത്ത് പോയിട്ടുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവളുമാരി എവിടെ ഒളിച്ചിരിക്കുവാണെങ്കിലും കണ്ടെത്തിയിരിക്കണം എന്ന് പറഞ്ഞ ബെഞ്ചമിൻ അവരെല്ലാവരെയും അന്വേഷിക്കാനായിട്ട് ഓരോ സ്ഥലത്തേക്കും വിടുവാണ്. ഈ സമയം അമൃതയും ശ്യാമയും ഭയന്ന് ചെടികൾക്കിടയിൽ തന്നെ ഇരിക്കുമായിരിക്കും. അന്നേരം അവർ പലതവണ ഓരോ ഭാഗത്തായിട്ട് മാറി മാറി തിരിഞ്ഞ് അന്വേഷിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം ശ്യാമയും അമൃതയും അവരുടെ കണ്ണിപ്പെടാതെ ആ ഒരു ഓട്ടോറിക്ഷയുടെ മറവിൽ കൂടി പതിയെ അവിടെ നിന്നും കടക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കും. അങ്ങനെ അവർ മുമ്പോട്ട് നടക്കുമ്പോൾ നേരെ അവർ ചെന്നപ്പെടുന്നത് ബെഞ്ചമിൻ്റെ മുമ്പിലേക്കായിരിക്കും. ഈ സമയം ബെഞ്ചമിൻ അവരെ കൈയോടെ പിടികൂടി സന്തോഷത്തിൽ നിൽക്കുവാണ്. എന്നിട്ട് ശ്യാമയുടെ കാരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ്. പിന്നീട് ശ്യാമേനെയും അമൃതേനെയും അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് അകത്തേക്ക് കൊണ്ടുപോയി വല്ലാതെ ഉപദ്രവിക്കുവാണ് കേട്ടോ ബെഞ്ചമിൻ. അങ്ങനെ ബാക്കി കൂട്ടാളികൾ വന്ന് ബെഞ്ചമിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. വേണ്ട സാറേ, ഇനി മടിച്ചാലേ ഇവളൊക്കെ ചത്തുപോകും, കൊല്ലരുതെന്നല്ലേ മുകളിൽ നിന്നുള്ള നിർദ്ദേശം. ഈ സമയം ബെഞ്ചമിൻ പറയണേ, എടി നിന്നെ ജീവനോട് തന്നെ വെച്ചേക്കണമെന്ന് മുകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ ഇങ്ങനെ സഹിച്ചു പിടിച്ച് നിൽക്കുന്നത്. ഇനിയൊരിക്കൽ കൂടി നീ രക്ഷപ്പെടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, പിന്നെ പാട്ട് പാടുന്ന നിൻ്റെ ഈ തൊണ്ടയുണ്ടല്ലോ, അതേ കയറി ഞാൻ ഒറ്റ മുറുക്കും. പിന്നെ ഗായികയാണെന്നുള്ള ചിന്തയൊന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ല. ഒറ്റഞ്ഞെരിക്കൽ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിക്കോളും. ബെഞ്ചമിൻ നീ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അതിനി മറ്റാരുടെ നിർദ്ദേശത്തിനായിട്ട് കാത്തു നിൽക്കില്ല. കുറച്ച് നാൾ കൂടി നിനക്ക് ഈ ഭൂമിയിൽ ജീവനോടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നീ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇതുപോലെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം, മനസ്സിലായോടി എന്നും പറഞ്ഞ് വീണ്ടും ശ്യാമയുടെ കഴുത്തിൽ കയറി പിടിക്കുവാണ്. അന്നേരം അമൃത തടയുന്നുണ്ട്. വിട്, ശ്യാമേനെ വിടാനല്ലേ പറഞ്ഞത്. അന്നേരം അമൃതയും അവൻ ഉപദ്രവിക്കുവാണ്ടോ. അങ്ങനെ ബെഞ്ചമിനും കൂട്ടരും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ ആകെ സങ്കടപ്പെടുക. അന്നേരം അമൃത ആശ്വസിപ്പിക്കുന്നുണ്ട്. ശ്യാമേ, നീ വിഷമിക്കാതിരിക്കും. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല ഏട്ടത്തി. ഞാൻ കാരണം ഏട്ടത്തിയും കൂടി ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നുള്ളൂ എന്ന് ഓർത്തിട്ടാ എനിക്ക് വല്ലാത്ത സങ്കടം. എൻ്റെ കാര്യം വിട്ടേക്ക്. ശ്യാമയുടെ കൂടെ നിൽക്കുന്നതിലും വലിയ സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. എന്ത് പ്രതിസന്ധികൾ വന്നാലും ശരി, എനിക്ക് എൻ്റെ ശ്യാമയുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. ഏട്ടത്തി, മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്ക് എൻ്റെ മോളെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റുമോ? പറ്റൂ ശ്യാമേ. ശ്യാമക്ക് രാധിക എന്താണെങ്കിലും കാണാൻ പറ്റും. ശ്യാമേ, നിന്റെ നെറ്റിമുട്ടിഞ്ഞ് ചോര വരുന്നുണ്ട്. സാരമില്ല ഏട്ടത്തി, ഇതൊന്നും എന്നെ വേദനിപ്പിക്കുന്നില്ല. അവന്മാർ ദുഷ്ടന്മാരാ ശ്യാമേ, നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ശ്യാമയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാണ് കേട്ടോ അമൃത. ഇതേസമയം തന്നെ രാധിക ശ്യാമയ്ക്ക് എന്തോ അപകടം പറ്റുന്നതായിട്ട് സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുവാണ്. അമ്മേ എന്നും വിളിച്ച് ആകെ പരിഭ്രമിച്ചിരിക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം വരണം എണീക്കുക. എന്താ പറ്റിയത്? വരുൺ, അമ്മയ്ക്ക് എന്തോ ഒരു അപകടം പറ്റിയെന്ന് പോലെ എൻ്റെ സ്വപ്നത്തിൽ അങ്ങനെ തോന്നി. എടോ, താൻ അമ്മയെക്കുറിച്ച് സംസാരിച്ചിട്ടല്ലേ കിടന്നുറങ്ങിയത്? അതുകൊണ്ടാണ് അമ്മയെ താൻ സ്വപ്നം കണ്ടത്. പേടിക്കാനൊന്നും ഉണ്ടാവില്ല. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക. സാരമില്ലെന്നേ, താൻ്റെ കണ്ണടച്ച് കിടന്നുറങ്ങ്, ഭഗവാനോട് പ്രാർത്ഥിക്ക്. അയ്യോ, നെറ്റ് ചെറുതായി മുറിഞ്ഞിട്ടുണ്ടല്ലോ, എന്തു പറ്റി? അത് പിന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോൾ ഇവിടെ എവിടെ കൊണ്ടതാന്ന് തോന്നുന്നു. സാരമില്ല, കുഴപ്പമൊന്നുമില്ല. വരുൺ കിടന്നോ?
പിന്നീട് കാണിക്കുന്നത് രാധിക പുറത്തേക്ക് ഇറങ്ങി ആരതിനെ ഫോൺ വിളിക്കുവാണ്. ഈ സമയം ആരതി നല്ല ഉറക്കമായിരിക്കും. രാധികയുടെ കോള് കാണുന്നതും ആരതി ഫോൺ എടുക്കുക. ആ പറ രാധികെ, എന്തു പറ്റി? എന്താ ഈ സമയത്ത് വിളിച്ചത്? അത് പിന്നെ ചേച്ചി, അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല രാധികെ, ഇതുവരെ ചെറിയമ്മയെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. പക്ഷെ പേടിക്കണ്ട, ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ എൻ്റെ ടീം ചെറിയമ്മയെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കണേ. അധികം വൈകാതെ തന്നെ നമുക്ക് ചെറിയമ്മയെ എവിടെയാണെങ്കിലും കണ്ടെത്താൻ പറ്റും. നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിച്ചിരിക്കും. ചെറിയമ്മയെ ഞാൻ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് നിൻ്റെ കൺമുമ്പിൽ ഞാൻ നിർത്തിത്തരും. നീ സമാധാനമായിട്ടിരിക്കുക. ഭഗവാനോട് പ്രാർത്ഥിച്ച് നല്ലപോലെ കിടന്നുറങ്ങാൻ നോക്കി നീ. അന്നേരം രാധിക പറയുന്നുണ്ട്, ചേച്ചിയുടെ നാവിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു പ്രതീക്ഷയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്. എന്നാലും അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. ചില സമയത്ത് ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ പിന്നീട് വല്ലാത്തൊരു ഭയം തോന്നുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ ചേച്ചിയെ വിളിച്ച് ശല്യം ചെയ്യും. ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നരുത്. ചേച്ചിയുടെ നാവിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കും അതൊരു ഊർജ്ജം തന്നെയാണ്. എനിക്കറിയാം മോളെ, നിനക്കെന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നീ ധൈര്യമായിട്ടിരുന്നോ. അധികം വൈകാതെ തന്നെ ചെറിയമ്മ നിൻ്റെ മുമ്പിൽ വരും. ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കും. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. അങ്ങനെ രാധികയ്ക്ക് ധൈര്യം കൊടുക്കുവാണ്ടോ ആരതി. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടന്നുറങ്ങുന്ന കൽപ്പനേനെയാണ് കേട്ടോ. ഈ സമയം കൽപ്പനയുടെ ഉള്ളിലാണെങ്കിൽ ഗൗതം തന്നെ ബലമായിട്ട് തലചേർത്താൻ വന്നതും പിന്നീട് ഗൗതത്തിൻ്റെ കരണത്തടിച്ചതും ഈ കാര്യങ്ങളെല്ലാം ഉർവശിയോട് പറഞ്ഞപ്പോൾ ഉർവശി തന്നെ ഉപദ്രവിച്ചതും അപമാനിച്ചതും അതൊക്കെയാണ്. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഉറക്കമില്ലാതെ പരിഭ്രമിച്ചിരിക്കുവാണ്ടോ കൽപ്പന. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് കൽപ്പന അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പൂജാമുറിലെത്തുക. ഭഗവാനെ, ഇതുവരെ ഞാൻ ഭഗവാന് മുമ്പിൽ ഭക്തിയോടെ ഒരു കാര്യം പോലും ആവശ്യപ്പെട്ടിട്ടില്ല. ദൈവത്തിന് പോലും നിരക്കാത്ത പ്രവൃത്തികളാണ് ഇത്രയും നാൾ ഞാൻ ചെയ്തു കൂട്ടിയത്. ഒരു മൂഢലോകത്തിലായിരുന്നു ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. എന്നാലിപ്പോൾ ഞാൻ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നിരിക്കുവാണ്. ഞാൻ എല്ലാവരെയും വെറുപ്പിച്ചു, എല്ലാവരെയും ഉപദ്രവിച്ചു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദ്രോഹം എല്ലാവർക്കും ചെയ്തു. ഇപ്പോൾ അതിലെല്ലാം ഞാൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ്. എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരെല്ലാവരും എന്നെ ശിക്ഷിക്കുവാണിപ്പോൾ. ആരും ഞാൻ പറയുന്നത് കേൾക്കാനോ എനിക്ക് കുറച്ച് ആശ്വാസം തരാനോ ആയിട്ടില്ല. എല്ലാവരും കൂടി എന്നെ നശിപ്പിക്കാനായിട്ട് നോക്കുവാണ്. ഞാൻ സ്നേഹിച്ചവരും വിശ്വസിച്ചവരും എല്ലാവരും എന്നെ ചതിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഭഗവാനെ എന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് നിൽക്കുവാണ് കേട്ടോ കൽപ്പന. പിന്നീട് കാണിക്കുന്നത് ആറ്റുവശ്ശേരിയാണ്. അവിടെ രാധികയും ദേവനും അതുപോലെ യശോദയും വരണും എല്ലാവരും ചേർന്ന സദ്യക്കുള്ള ഓരോ കാര്യങ്ങളും ഓരോ ജോലികളുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. രാധികയെ സഹായിക്കാനായിട്ട് ഒരു ചേച്ചിയും കൂടി അവിടെ ഉണ്ടാകും. അങ്ങനെ ആ ചേച്ചി രാധികയോട് ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് വന്ന് നോക്കാൻ പറയുക. അങ്ങനെ രാധിക വന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ആവശ്യമായിട്ടുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് രുചിച്ച് നോക്കുക. ഈ സമയം ആ ചേച്ചി രുചിച്ചിട്ട് പറയണേ, ഇപ്പോഴാണ് പാകമായത്. എന്നാലും എൻ്റെ യശോദേച്ചി, നമ്മളൊക്കെ എത്ര ചെയ്തിട്ടും എന്താ രാധികമ്മയുടെ കൈപ്പുണ്യത്തിൻ്റെ 7 അയലത്തെത്താത്തത്? ഈ സമയത്തായിരിക്കും ജയഭാരതി മുത്തശ്ശി അങ്ങോട്ടേക്ക് വിടുന്നത്. അത് പിന്നെ രാധികയുടെ കഴിവ് ഭഗവാൻ അവൾക്ക് മാത്രമായിട്ട് അറിഞ്ഞു കൊടുത്തിരിക്കുക. അതങ്ങനെ എല്ലാവർക്കും കിട്ടില്ലല്ലോ. ഈ സമയം മുത്തശ്ശിയെ കാണുന്നതും രാധിക പറയണേ, മുത്തശ്ശി ഇത്ര നേരത്തെ എഴുന്നേറ്റോ? കുറച്ച് നേരവും കൂടി കിടക്കായിരുന്നില്ലേ? എൻ്റെ മോളെ, അതിനെനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോൾ വന്നു കയറിയതുപോലെയാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല ഉഷാറായില്ലേ? മുത്തശ്ശിക്ക് ചായ വല്ലതും എടുക്കട്ടെ? എനിക്കൊന്നും വേണ്ട മോളെ, നീ അവിടെ ഇരിക്കേ. നിങ്ങളുടെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും. മുത്തശ്ശി, അസുഖമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അധികം വാചകൊടിയൊന്നും വേണ്ട കേട്ടോ എന്ന് വരുൺ പറയണേ. അന്നേരം മുത്തശ്ശി പറയണേ, എടാ ഇത് വാചകൊടിയൊന്നും അല്ലടാ. ഈ കുടുംബം എനിക്ക് തന്ന സ്നേഹത്തിന് മുമ്പിലെ എൻ്റെ അസുഖമെല്ലാം ഓടിപ്പോയി. അത്രയ്ക്ക് നന്നായിട്ടല്ലേ എൻ്റെ കൊച്ചുമോളെ എന്നെ നോക്കുന്നത്. ഇവളുടെ ഈ സ്നേഹവും പരിചരണമൊക്കെ കിട്ടിക്കഴിയുമ്പോഴേ മുത്തശ്ശിക്ക് ഒരസുഖവും ഉണ്ടാവില്ല. ഒരു കാര്യത്തിൽ എനിക്ക് മോളെക്കുറിച്ച് അഭിമാനം മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ കഷ്ടതകളും ജീവിതത്തിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി വന്നിട്ടും അതിനേക്ക് ധൈര്യത്തോടെ നേരിടാനുള്ള മോളുടെ ആത്മധൈര്യം ഉണ്ടല്ലോ, അതിനെ സമ്മതിക്കാതിരിക്കാൻ വയ്യ. ഈ കഷ്ടപ്പാടിലും മുമ്പോട്ട് പോകാനായിട്ട് മോള് കണ്ടെത്തിയ വഴി, അതിന് മോളെ പ്രാപ്തിയാക്കിയതും മോളെ ഈ രീതിക്ക് വളർത്തിയതും ദേവനും യശോദയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. ഈ സമയം രാധിക ചോദിക്കണേ, അത് ശരി, എന്നെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് അവസാനം ക്രെഡിറ്റ് മുഴുവൻ അച്ഛനും അമ്മക്കും കൊടുക്കുവാണോ മുത്തശ്ശി? അന്നേരം ദേവൻ പറയണേ, ഞങ്ങളുടെ മോളെ വളർത്തിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ക്രെഡിറ്റ് എന്നാൽ അതിൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ മോളും? ഞങ്ങളത് കേട്ടെന്ന് സന്തോഷിക്കട്ടെ എന്നേ. ഓ ആയിക്കോട്ടെ എന്ന് രാധികയും പറയുവാണ്. ഈ സമയം മറ്റൊരു ചേച്ചി അങ്ങോട്ടേക്ക് എത്തുക. എന്താ ചേച്ചി, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയോ? ആയി മോളെ. പിന്നെ മോളെ കാണാനായിട്ടേ പുറത്തൊരു പെൺകുട്ടി വന്ന് നിൽക്കുന്നുണ്ട്. മോളെ കാണണമെന്നാണ് പറഞ്ഞത്. ആണോ? ചിലപ്പോൾ ഓർഡറിൻ്റെ വല്ല കാര്യങ്ങളും സംസാരിക്കാനായിരിക്കും. ചേച്ചി എന്നൊരു കാര്യം ചെയ്യ്, ഈ തേങ്ങ ചിരണ്ടി തീർക്ക്. അപ്പോഴേക്കും ഞാൻ പോയി ആരാന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ രാധിക മുറ്റത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം കൽപ്പന അവിടെ തിരിഞ്ഞു നിൽക്കുമായിരിക്കും. അന്നേരം രാധിക ചോദിക്കുക, ആരാത്? ഈ സമയം കൽപ്പന തിരിഞ്ഞ് രാധികയുടെ അരികിലേക്ക് വരുക. ഏട്ടത്തിയോ? ഏട്ടത്തി എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് കയറുന്നില്ലേ?
ഈ സമയം കൽപ്പന അവിടെ വീണ്ടും അടിച്ചു നിൽക്കുക. അന്നേരം രാധിക അരികിലേക്ക് ചെല്ലുക. എന്താ ഏട്ടത്തി, എന്താ പറ്റിയത്? എന്താ തന്നെയാണെങ്കിലും ശരി, ഏട്ടത്തി എൻ്റെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റാണ്. ഇങ്ങനെ പുറത്തു നിന്ന് സംസാരിക്കണ്ട, അകത്തേക്ക് വന്നോളൂ. ഈ സമയം കൽപ്പന പൊട്ടിക്കരയുവാണ്. എന്നിട്ട് രാധികയെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോന്നി കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അന്നേരം രാധികക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്താ എന്താ ഏട്ടത്തി പറ്റിയത്? രാധികെ, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. വലിയ ദ്രോഹം ഞാൻ നിന്നോടും നമ്മുടെ വീട്ടുകാരോടൊക്കെ ചെയ്തത്, അതിനെല്ലാത്തിനും എനിക്ക് ശിക്ഷ കിട്ടി. ഇത്ര നാളും ചെറിയമ്മയുടെ കൂടെ എന്തിനും ഏതിനും കൂട്ടായി നിന്നു. അവസാനം അവരെന്നെ ചതിച്ചു. എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട ഗതിയാണ്. അതിന് കാരണം ആ ഗൗതം തന്നെയാണ്. എനിക്കെൻ്റെ വിഷമങ്ങൾ പറയാനോ സങ്കടങ്ങൾ പറയാനോ ഇപ്പം ആരുമില്ല. എന്താ ചെയ്യേണ്ടേ, എങ്ങോട്ടാണ് ഇനി സഞ്ചരിക്കേണ്ടേ എന്നൊന്നും അറിയാതെ ഒരെത്തും പിടിയില്ലാതെ കിട്ടുവാണ്. ഈ അവസ്ഥയിൽ എനിക്ക് സഹായം ചോദിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ എന്നെ സഹായിക്കില്ലേ രാധികെ? അന്നേരം രാധിക ചോദിക്കണേ, എന്താ ഏട്ടത്തി ഇത്? പുതിയ നാടകമായിട്ട് വന്നിരിക്കുവാണോ? ഏട്ടത്തെയും ചെറിയമ്മയും കൂടി ഇനി ഞങ്ങളെ തകർക്കാനായിട്ട് എന്ത് നാടകമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇത്രയും നാളും പല കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചല്ലേ. ഇനിയും നിങ്ങളുടെ ചതിക്കുഴിയിൽ വീഴാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളെ വിട്ടേക്ക് ഏട്ടത്തി. ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഒരു ചെറിയ തൊഴിലും ചെയ്ത് ഇവിടെ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചുകൂടെ നിങ്ങൾക്ക്? ഈ സമയം കൽപ്പന പറയണേ, രാധികെ, നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രവൃത്തികൾ മാത്രമല്ലേ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. നിങ്ങളെ ഞാൻ ചതിക്കുകയും ദ്രോഹിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. അതിനുള്ള ശിക്ഷയെല്ലാം എനിക്ക് കിട്ടി. കണിമംഗലത്ത് നിന്നെ വെറും ഒരു കുറ്റിച്ചൂല് മാത്രമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കണിമംഗലത്ത് ആ സ്ഥാനം എനിക്കാണ്. ചെറിയമ്മേനെ ഒരു അടിമയെ പോലെയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടെ ഇനി അധികം നാളെ എനിക്ക് തുടരാൻ പറ്റില്ല. എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന അവസ്ഥയിലായി കാര്യങ്ങളൊക്കെ. അങ്ങനെയൊരു ചിന്തയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഇന്ന് ഇത്ര നേരമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. ഒന്നും ഇറങ്ങുന്നില്ല. മനസ്സിന് സമാധാനമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞ കൽപ്പന വീണ്ടും പൊട്ടിക്കരയുവാണ്. ഈ സമയം രാധിക പറയണേ, ഏട്ടത്തെ എന്നാണെങ്കിലും ഒരു കാര്യം ചെയ്യ്, അകത്തേക്ക് വാ. വന്ന് ആദ്യം എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. വാ ഏട്ടത്തി എന്നും പറഞ്ഞ് രാധിക കൽപ്പനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുവാണ്. ഏട്ടത്തി ഇവിടെ ഇരിക്കുക, ഞാൻ കുടിക്കാനായിട്ട് ചായ എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞ് രാധിക അടുക്കളയിലേക്ക് പോകുവാണ്. അങ്ങനെ കൽപ്പന അവിടെ ഇരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ മുത്തശ്ശീനെയും കുട്ടി വരുൺ അകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ രണ്ടാളും അകത്തെത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന കൽപ്പനയെ കണ്ട് രണ്ടുപേരും ദേഷ്യത്തിൽ കൽപ്പനയുടെ അരികിലേക്ക് ചെല്ലുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് കൽപ്പന പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിട്ട് വരുണും മുത്തശ്ശിയൊന്നും കൂട്ടാക്കുന്നില്ല. അവിടെ വെച്ച് മുത്തശ്ശിയോട് കാണിച്ച ദ്രോഹത്തിനെല്ലാം വരുൺ എണ്ണി കൽപ്പനയോട് കണക്ക് ചോദിക്കുവാണ്. ഇപ്പോൾ നടത്തുന്നതെല്ലാം കൽപ്പനയുടെ പുതിയ നാടകമാണെന്ന് തന്നെയാണ് അവരൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൽപ്പനയെ രക്ഷിക്കാൻ അവർ കൂട്ടാക്കാതെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട്. താൻ ചെയ്തു കൂട്ടിയ തെറ്റിനുള്ള ശിക്ഷയാണ് താനിപ്പോൾ അനുഭവിക്കുന്നത്. അതിൽ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ട് കൽപ്പന അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാസ്ക് വെച്ച് ഗൗതം പുറത്തോട്ട് നടക്കുമായിരിക്കും. ഈ സമയം ആരതിയുടെ ആളുകൾ ഗൗതത്തിനെ കാണുന്നുണ്ട്. അന്നേരം ഗൗതവും താൻ ആരോ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ്. ഈ സമയം ആരതിയുടെ ആളുകൾ ഗൗതത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് സൂര്യയോട് സംസാരിക്കുന്ന കൽപ്പനേനെയാണ്. താൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം സൂര്യയുടെ മുമ്പിൽ കാലി പിടിച്ച് തന്നെ കൽപ്പന മാപ്പ് പറയുന്നുണ്ട്. ഞാൻ അവസാനിച്ചില്ലാതാകുമ്പോഴും സൂര്യ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. എന്നോട് പൊറുക്കണം സൂര്യ, എന്നെ വെറുക്കരുത് എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിൽക്കുവാണ് കേട്ടോ കൽപ്പന. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് പ്രമോയിൽ ഉള്ളത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്